ആദ്യമായി SSFന്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, പണ്ടത്തെ പോലെ പെട്ടെന്ന് ഓടി വരാൻ ആഫിയത്തില്ലാത്ത ഞാൻ കോഴിക്കോട്ട് നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനിന് വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കാർ മാർഗം വന്നു. ഇനി മടങ്ങിപ്പോകാനും ഷൊർണൂരിലേക്ക് പോകണം. ഇത്രയും അധികം ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നില്ല, എങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ വന്നത് എൻ്റെ ചെറിയ കുട്ടികളെ, SSFന്റെ വിദ്യാർത്ഥികളെ ആലോചിച്ചുകൊണ്ടാണ്. SSF വിദ്യാർത്ഥികൾ എന്ന് പറയുന്നു പഠിക്കുന്നവരായതുകൊണ്ട്, അതേ സമയത്ത് അവരെല്ലാവരും യുവാക്കളാണ്. യുവാക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് എല്ലാ തുറകളിലും ഭാവിയിൽ പ്രവർത്തിക്കാനുള്ളവർ നിങ്ങളാണ്. നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും ഭരിക്കേണ്ടവർ നിങ്ങളാണ്. ഇവിടുത്തെ ഖത്തീബുമാരും ഖാദിമാരും ആവേണ്ടവർ നിങ്ങളാണ്. MLA-മാരും MP-മാരും പ്രസിഡന്റുമാരും ആകേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമാക്കി വളർത്തി കൊണ്ടുപോകണം. അതിന് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾ ചെയ്യുക. അത് എൻ്റെ കുട്ടികളോട്, യുവാക്കളോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാം മുസ്ലിംകളാണ്. മുസ്ലിംകളുടെ വാദം ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടതും സ്വീകാര്യോഗ്യമായതും അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. ഇത് നാം വിശ്വസിക്കുന്നതോടൊപ്പം മറ്റ് മതസ്ഥരെ അടിച്ചമർത്താനോ അവരെ ചീത്ത പറയാനോ തെറി പറയാനോ പരിഹസിക്കാനോ പാടില്ലെന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത്. ഇപ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ്, നമ്മുടെ കേരളീയക്കാരിയായ ഒരു സ്ത്രീ യമനിൽ തൂക്കിൽ വരാൻ പോകുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആണ് ഞാൻ ആ വിവരം തന്നെ അറിയുന്നത്. അതിന് മുമ്പ് ഞാനൊന്നും വേണ്ടത്ര അറിയാനും ആലോചിക്കാനും സമയം കിട്ടാറില്ല. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാക്കളായ ഉലമാ യമനിലെ ഹദറമൗത്തിലെ ഉലമാവുമായി ബന്ധപ്പെട്ട് ആ ആലിമീങ്ങളൊന്നായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. ഇസ്ലാം മതത്തിൽ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആലിമ്യങ്ങൾക്കും അറിയാം. ഇബാദത്ത്, ആരാധന സംബന്ധമായ പഠനങ്ങളും
വിഷയങ്ങൾ. രണ്ടാമത്തത് ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് ഒന്ന് മുനാക്കഹാത്ത്, വൈവാഹിക ആയ വിഷയം, അത് സംബന്ധമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. മറ്റൊന്ന് മുആമലാത്ത്, ഇടപാടുകൾ, എന്തെല്ലാം കച്ചവടം ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ഇങ്ങനെ 3 വിഷയം കഴിഞ്ഞ് 4-ാമത്തെ വിഷയം ജിനായാത്ത്, ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ ആണ്. നമ്മുടെ കിതാബുകളിൽ നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ നമ്മളത് പുറത്തെടുക്കാത്തതല്ല. ഇവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് നടത്തുന്നതാണ്. അതിൽ ഇടപെട്ട് ക്രൈമിൽ നമ്മൾ കൂടി കൂടുന്നത് ശരിയല്ല എന്നതുകൊണ്ട് നാം അത് പറയാറില്ല. പക്ഷേ ആ നിയമത്തിൽപ്പെട്ട ഒരു നിയമമാണ്, ഒരു വ്യക്തിയെ കൊല്ലപ്പെട്ടാൽ തീരുമാനിച്ചാൽ അത് മാപ്പ് കൊടുക്കാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ട്. അത് 2 വിധത്തിൽ മാപ്പ് കൊടുക്കാം. ഒന്നും വാങ്ങാതെ മാപ്പ് കൊടുക്കാം, പ്രതിഫലം വാങ്ങി ദിയത്ത് എന്ന് പറയും, അത് കൊടുത്ത് മാപ്പ് കൊടുക്കുകയും ചെയ്യാം. പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ വെച്ചിട്ടുണ്ട് എന്നും അതിന് നിയമങ്ങൾ പലതുണ്ട്, നിബന്ധനകളുണ്ട് എന്നും ജനങ്ങളെ അറിയിക്കാനും കൂടി ഇതൊരു ചാൻസ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും നമ്മൾ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ്, വർഗീയം പറയുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് എന്ന ആരോപണം വെറുതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇസ്ലാം മാത്രമാണ് അല്ലാഹുവിൻ മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റേതെങ്കിലും ഒരു മതത്തിൽ നമ്മുടെ നിയമം അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി നിന്ദിക്കുകയോ ചെയ്യുന്നത് പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. അടിച്ചമർത്താറുമില്ല. അങ്ങനെ അടിച്ചമർത്തുന്നുവെങ്കിൽ അതിന്റെ പേരാണ് വർഗീയത. അപ്പോൾ അങ്ങനെ ഒരു വർഗത്തിന്റെ ആശയം മറ്റൊരു വർഗത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുക എന്ന ഈ സമ്പ്രദായം ഇസ്ലാം മതത്തിൽ ഇല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് മുസ്ലിം സമുദായം ഒരിക്കലും ഇവിടെ ആർക്കും എതിരായി പ്രവർത്തിക്കുന്ന പ്രവണതയില്ല. മനുഷ്യത്വത്തെ മനുഷ്യത്വമായി കാണുന്ന സ്വഭാവം മുസ്ലിം സമുദായത്തിനുണ്ട്. സുബ്ഹാനല്ലാഹ്, ഈ സംഭവത്തിൽ ഉണ്ടായപ്പോ നല്ലവരായ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. അതിന്റെ ഇടയിൽ ചില ആളുകൾ ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി ഇതൊക്കെ പറഞ്ഞു. നമ്മൾക്ക് ഇങ്ങനത്തെ ക്രെഡിറ്റ് ഒന്നും വേണ്ട, അതൊക്കെ അവരെടുത്തോട്ടെ. നമുക്കിവിടെ സുഖമായി ജീവിക്കണം. നമ്മുടെ പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, നമ്മളെ ദീൻ പഠിപ്പിക്കണം. SSFന്റെ സാഹിത്യോത്സവം പരസ്യമായി സമ്മേളനത്തിൽ നടത്തി പ്രസംഗിക്കണം. അതല്ലാതെ നമുക്കിവിടെ മറ്റാരെയും നിർബന്ധിച്ച് മതപരിവർത്തനം വരുത്തുന്ന പണിയൊന്നും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല.
ഇപ്പോൾ തന്നെ ഇവിടുത്തെ MLA രാഹുൽ മാക്കോട്ടുണ്ടാകുന്ന നാടിന്റെ പേരായി. അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. അപ്പൊ അദ്ദേഹം നമ്മളെ ആലിമീങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത് എന്താ അത്? ഇവിടെ ഇത്ര ആളുകൾ മുസ്ലിം അല്ലാത്തവർ ഇരിക്കുന്നു. അതിനൊന്നും യാതൊരു തടസ്സവും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കി തീർച്ചയായും നാം ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ഈ രാജ്യത്ത് എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവിധമായ ഹൃദയാഭിവാദികളും അർപ്പിക്കുവാൻ ബഹുമാനായ അദ്ദേഹം